വെയിറ്റ്. ഓക്കെ. അപ്പോൾ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് ഒരു ബ്ലാങ്കറ്റ് ബാൻ ഇസ്ലാമിലുണ്ട് എന്നാണ് പറയുന്നത്. ഇൻസെസ്റ്റ് എന്ന് പറയുന്നതിന് ഫസ്റ്റ് ഡിഗ്രി കൺസാങ്ക്യൂനിറ്റി, സെക്കൻഡ് ഡിഗ്രി കൺസാങ്ക്യൂനിറ്റി, അങ്ങനെ പല പല ഡിഗ്രിയിൽ നമ്മൾ പറയും. ഇതിൽ ഫസ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നതാണ് ഉമ്മ മകൻ, അച്ഛൻ മകൾ, ഈ പറയുന്ന സാധനങ്ങൾ. അതുപോലെ സിസ്റ്റർ ബ്രദർ, ഇതാണ് ഫസ്റ്റ് ഡിഗ്രിയിലൊക്കെ വരാം. സെക്കൻഡ് ഡിഗ്രിയിലേക്കും തേർഡ് ഡിഗ്രിയിലേക്കൊക്കെ എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് കസിൻസ്, സെക്കൻഡ് കസിൻസ്, അങ്ങനെ അങ്ങനെ പോകും. ഇതെല്ലാം ഈ പറയുന്ന ഇൻസെസ്റ്റ് തന്നെയാണ്. ഇൻസെസ്റ്റിൽ ഈ ഫസ്റ്റ് ഡിഗ്രി നിങ്ങൾ എടുക്കുക, അതിൽ സിസ്റ്ററും ബ്രദറും തമ്മിലുള്ളതാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഇസ്ലാമിൻ്റെ അധ്യാപനം എന്താണ്? ഇസ്ലാമിൽ അങ്ങനെ ഒരു ബന്ധം ഇഹലോകത്ത് പാടില്ല, അത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻസെസ്റ്റിന് ബാൻ ഉണ്ടോ? ഒരിക്കലും ഇല്ല. ഇനി ഈ ഫസ്റ്റ് കസിൻ മാരേജ് നമ്മൾ എടുക്കുക, അത് ഇൻസെസ്റ്റ് തന്നെയാണ്. അത് ഇവിടെയും ഓക്കെയാണ്, അവിടെയും ഓക്കെയാണ്. ഇനി ഇവരൊരു ലിസ്റ്റ് തന്നെ കൊടുക്കുന്നുണ്ട്, ഈ പറയുന്ന ആരെയൊക്കെ കല്യാണം കഴിക്കരുത് എന്ന് പറയുന്നത്. ആ പറയുന്ന സാധനത്തിൽ ഈ ഉമ്മാനെ കല്യാണം കഴിക്കുക, വാപ്പാനെ കല്യാണം കഴിക്കുക എന്ന് പറയുന്ന സാധനം ഒഴിച്ച്, അതിൽ തന്നെ ഉമ്മമാനെ കഴിക്കാന്നാണ് കേട്ടോ ഇവിടെ പറയണത്, അത് മെൻഷൻ ചെയ്തിട്ടില്ല. അതൊഴിച്ച് അമ്മായി, അതുപോലുള്ള എല്ലാ ബന്ധങ്ങളും നിങ്ങൾക്ക് സ്വർഗത്തിൽ പോയാൽ കഴിക്കാം. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിൽ എവിടെയാണ് ഇൻസെസ്റ്റിനൊരു ബ്ലാങ്കറ്റ് ബാൻ ഉള്ളത്? ബാനില്ല. ഇനി അതാണ് ഒരു വശത്ത് ഇതിൻ്റെ. അപ്പോൾ ഈ ഒരു നുവാൻസ് അറിയാത്ത ആളുകൾ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ ഇത് ഡിഫെൻഡ് ചെയ്യാൻ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അബ്ദുള്ള അബ്ബാസി എന്ത് ചെയ്യും? അവരെ മെല്ലെ കുഴി ചാടിക്കും. ഇതാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ എക്സ് മുസ്ലിങ്ങൾ സംവാദത്തിന് വിളിക്കുമ്പോൾ ഇവർ വരാത്തത്. ഇവരെന്നിട്ട് ഇതേപോലെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് സംവാദത്തിന് വിളിക്കുകയും അവരെ പിടിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് ഫയൽമാൻ ജയിച്ചെന്ന് പറയുന്ന പരിപാടി, എന്നിട്ട് തന്നെ അവിടെ തേഞ്ഞു പോയിട്ടുണ്ട്. അതാണ് രസം. ആ വീഡിയോ അവിടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് ഒരു നിഷ്പക്ഷമായിട്ട് ആ സാധനം കാണാൻ ഒരാൾ ശ്രമിച്ചു, ഒരു വിശ്വാസി ശ്രമിച്ചാൽ ആ വിശ്വാസിക്ക് മനസ്സിലാക്കാൻ ധാരാളം ഉണ്ട് അതിനകത്ത്. ഇപ്പോൾ കള്ള് നിരോധിച്ചു എന്ന് പറയുന്നു. ഇസ്ലാമിൽ കള്ള് നിരോധിച്ചു തന്നെ കൂട്ടുക. എങ്ങനെയാണ് നിരോധിച്ചിരിക്കുന്നത്? നിങ്ങൾ ഇവിടെ കുടിക്കാതിരുന്ന അവിടെ പോയി കുടിക്കാം, നിങ്ങൾ പെങ്ങളെ ഇവിടെ പൂശാതിരുന്നാൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് പൂശാം. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതിലെവിടെയാണ് ഒരു ബ്ലാങ്കറ്റ് ബാൻ അല്ലെങ്കിൽ ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനം ഒരു തെറ്റാണ് എന്ന് എവിടെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നില്ല. ഇനി മദ്രസ പീഡനങ്ങൾ ഇവിടെ നടക്കുന്നു, ഈ പറയുന്ന കുട്ടികളെ ഇതേപോലെ ദുരുപയോഗം ചെയ്യുന്ന ഒരു വിഷയം. ആ വിഷയം അത് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ മതം ഇത്രയും പഠിച്ച ഉസ്താദുമാർ ഇത് ചെയ്യുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാരണം ഇതൊരു തെറ്റാണെന്നല്ല ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതായത് കുട്ടികൾ ഇതേപോലെ രോഗിയായിട്ട് കിടക്കുന്ന ആളുകൾ, മെൻ്റലി സ്റ്റേബിൾ അല്ലാത്ത ആളുകൾ, ആനിമൽസ്, ഡെഡ് ബോഡീസ്, ഇതുപോലുള്ള സാധനങ്ങളെ ആയിട്ട് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് ചെയ്യരുത് എന്നല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഒളു എടുക്കണം, കുളിക്കണം എന്നാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ചിന്തയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ നിങ്ങൾ പുറത്ത് കിടക്കും? അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ വിചാരിക്കും, ചോദിക്കും, ഇത് ഏത് മദ്രസയിലാണ് പഠിപ്പിക്കുന്നത്? മദ്രസയുടെ പേര് ഞാൻ പറഞ്ഞുതരാം, ദിയോബന്ദ്, നമ്മുടെ ദാറുൽ ഉലൂം, അങ്ങനെയുള്ള അതിൻ്റെ പേര്. അവിടെ എന്താണ് അതിൻ്റെ മറ്റേ ദിയോബന്ദ് മദ്രസ അവിടെ പറയാറുണ്ടല്ലോ, UP-യിലുള്ള, അവിടെയാണ് ഈ സാധനം പഠിപ്പിക്കുന്നത്. ഇത് അവിടെ പഠിപ്പിക്കുകയും അവരുടെ ഫത്വ വെബ്സൈറ്റിലടക്കം ഈ സാധനം വരികയും അവരുടെ കിതാബുകൾ, എന്താണ് ബെഹസ്തി ഇസവർ എന്ന് പറയുന്ന ആ കിതാബിൽ ആ സാധനം ഉള്ളത് അവിടെ വെളിച്ചത്ത് വരികയും ചെയ്തതിൻ്റെ പേരിൽ അവിടെ ആക്ഷൻ എടുക്കേണ്ടി വന്നു. അത് ഇവിടുത്തെ NCPCR, നാഷണൽ പ്രൊട്ടക്ഷൻ ഫോർ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ, അവർ ഇതിനകത്ത് ഇടപെട്ടിട്ട് ഈ സാധനം പിന്നെ വലിയ ചർച്ചയായപ്പോൾ അവരതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഇതാണ് അവിടുത്തെ മദ്രസയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതറിയാത്ത വിശ്വാസികൾ നമ്മളടുത്ത് വന്നിട്ട് പറയും നമ്മളിതൊക്കെ ചെയ്യുന്നത് ഈ പറയുന്ന പണിയൊക്കെ ചെയ്യാനാണ്. സത്യത്തിൽ ഇത് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ഇതൊന്നും തെറ്റല്ല എന്നും പഠിപ്പിച്ചു കൊടുക്കുന്നത്, സിഗ്നൽ ചെയ്യുന്നത് ആരാണ്? ഏത് മതമാണ്? ഇസ്ലാമാണ്. അതല്ലേ ഇവിടെ സംഭവിക്കുന്നത്. അതില് ഇപ്പൊ ഞാൻ ആ ഇന്റർവ്യൂല ഒരു ഡിബേറ്റ് കണ്ടപ്പോ അതില് ഇതിനെപ്പറ്റി എല്ലാം പറയുന്നുണ്ട്. അവര് തന്നെയാണ് പറയുന്നത്, ഇതിനൊന്നും നിങ്ങൾക്കൊരു എന്താ പറയാ, നിരീശ്വരവാദം പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ഫ്രീ തിങ്കേഴ്സ് ഒന്നും ഒരു എന്താ പറയാ ഒബ്ജക്റ്റീവ് ശരിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനോടുള്ളൊരു നിൽക്കാൻ പറ്റൂല. അങ്ങനെ പറഞ്ഞിട്ട് മറ്റവരാണെങ്കിൽ ഞാനായിരുന്നു അവിടെ ഇരുന്നെങ്കിൽ ഞാൻ ശരിക്കും ചോദിച്ചേനെ, ഈ പീഡോഫിൽസിനെ പറ്റി പറയുമ്പോ ഈ പിള്ളേരെ ഇങ്ങനെ ചെയ്യുന്ന, അല്ല അവര് മതത്തിൽ വിശ്വസിച്ചിട്ട് തന്നെയല്ലേ ഈ പരിപാടി ചെയ്യുന്നതല്ലേ? മതം ഇല്ലാത്ത അല്ലെങ്കിൽ മതം ഉള്ളതുകൊണ്ട് അവര് നന്നായോ? അത് അതാ ഞാൻ ആദ്യം പറഞ്ഞ പീഡോഫീലിയിലേക്കൊന്നും പോണ്ട. ഇൻസെസ്റ്റ് എടുത്താൽ തന്നെ അവരെന്താ ചെയ്യുന്നത്? അവര്
നമ്മൾ പറയുമല്ലോ മെൻസ് പ്ലെയിനിങ് എന്നൊക്കെ പറയുന്ന മാതിരി ഇവർ ചെയ്യുന്നത് ഇസ്ലാം പ്ലെയിനിങ് ആണ് അവരവിടെ നടത്തുന്നത്. ഇൻസെസ്റ്റ് എന്ന് പറയുന്ന സാധനത്തിന് അവരുടെ ഒരു മണ്ണാങ്കട്ട ഡെഫിനിഷൻ ഉണ്ടാക്കിയിട്ട് അതാണ് ഇൻസെസ്റ്റ് എന്ന് വരുത്തി തീർത്തിട്ട് എന്നിട്ട് ആ സാധനത്തിന് ഡിഫെൻഡ് ചെയ്യുക. ഇൻസെസ്റ്റ് എന്ന് പറയുന്നതിനടുത്ത് ഫസ്റ്റ് കസിൻ മാരേജും വരും. അപ്പോൾ അവർ ആ സാധനം വരുമ്പോൾ മിണ്ടില്ല, ഒളിപ്പിച്ച് വെക്കും. ആദം നബിയും ഹവ്വയും ആ ഫാമിലി, ആ ആബേൽ കാബേൽ അടക്കമുള്ള ഫാമിലി, അവരെങ്ങനെയാണ് ഇവിടെ ഇത്രയും വലിയ ജനറേഷൻ ഉണ്ടാക്കിയത്? അവർ ഇൻസെസ്റ്റിലൂടെ അല്ലേ ഇത് ഉണ്ടാക്കിയത്? ആദാമും ഹവ്വയും അവരുടെ കുടുംബം ഈ പണി നടത്താതെ എങ്ങനെയാണ് ഈ പറയുന്ന മനുഷ്യന്മാരുണ്ടാവുക അവരുടെ കഥ പ്രകാരം? അപ്പോൾ അത് പറയുമ്പോൾ അവർ പറയും അള്ളാഹു പിന്നെയാണ് നിയമം ഇറക്കിയെന്ന്. ഇത് പറയുമ്പോൾ പറയും ആദം നബി മുസ്ലിമാണെന്ന് ചോദിക്കുമ്പോൾ ആദം നബി മുസ്ലിമാണെന്ന് പറയും. അപ്പോൾ ആദം നബി മുസ്ലിമാണെന്ന് പിന്നെ എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അതിപ്പം ക്രിസ്ത്യാനിറ്റിയിലായാലും ഈ ഒരു കാര്യത്തിന് വലിയ വ്യക്തതയില്ല. കാരണം ക്രിസ്ത്യാനിറ്റിക്കുള്ള പ്രശ്നമാണ്. പക്ഷെ ഇതൊന്നും എഴുന്നള്ളിച്ചിട്ട് ഈ തരത്തിൽ നടക്കുന്ന പണി ഈ കാക്കാമരല്ലേ കൂടുതൽ ചെയ്യുന്നത്. തള്ളിമറിക്കലാണ് ഇതിന്റെ പ്രശ്നം. തള്ളിമറിക്കലാണ് പ്രശ്നം, അല്ലാതെ മതത്തിലുണ്ടോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം. അത് ഡിഫെൻഡ് ചെയ്യുകയും അതാണ് ശരിയെന്ന് വരുത്തി തീർക്കുന്ന അവസ്ഥയും ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിക്കുന്നത്. കാക്കാമാർ മിണ്ടാണ്ടിരുന്നോ നമ്മൾ അവരെ വെറുതെ വിടും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഹോമിയോപ്പതിനെ ഇത്രയും വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ആയുർവേദത്തിനൊക്കെ അവര് തള്ളിമറിച്ച് നടക്കണോണ്ടാണ്. അതല്ല, എനിക്ക് ഈ ഹോമിയോപ്പതി ട്രീറ്റ്മെന്റ് കുറെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇപ്പൊ നമ്മൾ പോണില്ല. അല്ല, എനിക്ക് അതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. വേറെ കാര്യമാണ് ഞാൻ പറയാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞ. അപ്പൊ എനിക്ക് ഈ ഡിബേറ്റിനെ പറ്റി കുറച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതാ ശരിയല്ലോ. ഇപ്പൊ അല്ല, അത് കാരണം ഇതൊന്ന് ജസ്റ്റ് അഡ്രസ് ചെയ്യണമെന്ന് തോന്നി, ഇവിടെ പറയണമെന്ന് തോന്നി. കാരണം അവര് പറയുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു ലെവല്, ലൈക്ക് നമുക്കറിയാന്നേ, നമുക്ക് നേരത്തെ അറിയുന്നതുകൊണ്ട് തന്നെയാണല്ലോ ഇവര് നമ്മളെ വിളിച്ചിട്ട് വരാതെ മുങ്ങി നടക്കുന്നത്. അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം, അല്ല അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നിങ്ങൾ വിളിച്ചിട്ട് എന്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിക് ആയിട്ട് വരാത്തത്, ലൈക്ക് അവർക്ക് ഓൺലൈൻ ആണെങ്കിൽ വരും, ഇല്ലെങ്കിൽ വരൂല എന്ന് പറയുന്ന ഒരു. അതെ, അപ്പൊ ഓൺലൈന് വരാത്ത ആളുകൾ പിന്നെ എങ്ങനെയാണ് ഈ പരിപാടി? അപ്പൊ ഇവര് പറഞ്ഞത് നമ്മൾ ബഹളം വെക്കാതെ. എവിടെ ബഹളം? ഞാൻ ബഹളം വെച്ചൊരു സംവാദം ഏതാണെന്ന് പറഞ്ഞു തന്നെ. നമ്മള് എസൻസിന്റെ വേദിയിലേക്ക് വിളിച്ചു, അവിടെ എവിടെ ബഹളം ഉള്ളത്? അതെ ബ്രോടെ ഞാൻ കുറെ 2-3 കണ്ടിട്ടുണ്ട്, 2-3 ഡിബേറ്റ്സ് കണ്ടിട്ടുണ്ട്. ചുമ്മാ അങ്ങ് പറയാണ്, ഇത് മുങ്ങാൻ വേണ്ടി ഓരോന്ന് എഴുന്നള്ളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഞാനിങ്ങനെ കുറച്ച് ഡിബേറ്റ്സ് ഒക്കെ കാണാൻ തുടങ്ങിയത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. ഇനി ബൈബിളൊക്കെ കുറച്ചൊക്കെ കുറെ കൂടെ വായിക്കണമെന്നുണ്ട്. കാരണം അതിനകത്ത് കുറെ ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എനിക്കതറിയാം. കാരണം ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ബ്രോഡ് ഇത് കണ്ടപ്പോഴാണ് ഞാൻ അല്ലാതെ കേട്ടിട്ടുള്ള, ലൈക്ക് ഡയറക്റ്റ് വായിക്കാതെ കേട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ക്രിസ്ത്യാനിറ്റിയില്. ഇവിടെ ഞാനിത് ഇവിടെ വെക്കുന്നു. നമ്മൾ ഇത് ഈ പോസ്റ്റ് ചെയ്യാൻ ഇട്ടിരിക്കുന്നത് എന്നാണ്, ഇത് അപ്ഡേറ്റ് ചെയ്തത് 2025 ഡിസംബറിൽ ഇട്ട പോസ്റ്റാണ്. ഓക്കെ, അതാണ് ഈ കാണുന്നത്. അതായത് 2021 മുതൽ നമ്മൾ ഇവരെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണ്. അതായത് 3 വിഷയങ്ങളാണ് അന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനുശേഷം വീണ്ടും നമ്മൾ വിഷയങ്ങളുടെ എണ്ണം കൂട്ടി. ഏതൊക്കെയാണ് വിഷയങ്ങൾ? അള്ളാഹു ഒരു ദൈവമാണോ? അപ്പോൾ അള്ളാഹു ദൈവമാണ് എന്ന് അവർ വാദിക്കും, അള്ളാഹു ദൈവമല്ല എന്ന് നമ്മൾ വാദിച്ച് കാണിച്ചു കൊടുക്കും. ഓക്കെ, അള്ളാഹു ദൈവമല്ല. ഇനി അടുത്തത്, മുഹമ്മദ് ഉത്തമ മാതൃകയാണോ? ഉസ്വത്തുൻ ഹസന ആണോ എന്ന് നമ്മൾ ഒരു സംവാദം. ആണ് എന്ന് അവർ വാദിക്കും, അല്ല എന്ന് നമ്മൾ തെളിച്ച് കാണിച്ചു കൊടുക്കും. അടുത്തത്, ഇസ്ലാം ഒരു ധാർമ്മിക മതമാണോ, അല്ലെങ്കിൽ ധാർമ്മികമാണോ ഇസ്ലാം എന്നുള്ളത്? ധാർമ്മികമാണെന്ന് അവർ വാദിക്കും, ധാർമ്മികമല്ല എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇത് ഈ പറയുന്നത്. ഇനി അടുത്തത്, ഇസ്ലാം സമാധാന മതമാണോ എന്ന്. ഈ സമാധാന മതമാണോ എന്നുള്ള വിഷയത്തിൽ സംവാദത്തിന് വിളിച്ചിട്ട് വരാമെന്ന് ആദ്യം സമ്മതിക്കുകയും പിന്നീട് അവിടുന്ന് മുങ്ങുകയും ചെയ്ത മഹാനാണ് നമ്മളുടെ ആലപ്പുഴ സുഹരി ഉസ്താദ്. മൂപ്പര് എസൻസിൻ്റെ വേദിയിലേക്ക് വരാൻ ആദ്യം സമ്മതിച്ചു, എന്നിട്ട് പിന്നെ മുങ്ങി. ഇതാണ് ഉണ്ടായത്. ആളും ആരാണെന്നും എന്താണ് വിഷയം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവിടെ സംവാദത്തിന് വിളിക്കാൻ വേണ്ടി വിളിച്ച ആളുമായിട്ട് അവിടെ ഓൺലൈൻ അവിടെ ഫോണിൽ കൂടെ ഒച്ചമ്പകൾ ഉണ്ടാക്കി, എന്നിട്ട് അവിടെ നിന്ന് ഓടി. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ആ വിഷയം ഇവരെ മുന്നിലേക്ക് നമ്മൾ വെച്ചു. ഇതെല്ലാം വെച്ചിരിക്കുന്നത് 2021 നമ്മൾ ഇന്നുള്ളത് 2026 മെയ് മാസം അവസാനിക്കാൻ പോവുകയാണ്. ഇത്ര നാളായിട്ട് ഇവർ ഏറ്റെടുത്തിട്ടില്ല പൊതുവേദിയിലുള്ള സംവാദം. ഈ ഓരോ വിഷയവും നമ്മൾ പൊതുവേദിയിലാണ്, എന്ന് വെച്ചാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡിബേറ്റ് ഈ പറയുന്ന എസൻസിൻ്റെ വേദിയിലാണ് പ്രധാനമായിട്ട് അന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുള്ളത്. ഇവർ വന്നിട്ടില്ല. എക്സ് മുസ്ലിം സംഘടന വിളിച്ചു, ഇവർ വന്നിട്ടില്ല. ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ വെച്ചതാണ് നമ്മളുടെ ഭൂമി ഉരുട്ടലും പരിപാടിയൊക്കെ വന്ന ആ ഒരു സമയം, അതിന് തൊട്ട് മുന്നേ ആയിട്ട് ശാസ്ത്രത്തിൽ ഇസ്ലാമിന് പങ്കുണ്ട് എന്ന് അവർ വാദിക്കും. പങ്ക് എങ്ങനെയാണ് ഇല്ലാത്തതെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കും. ഇസ്ലാമാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ പിന്നോട്ടടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ കാണിച്ചു കൊടുക്കും. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ അവർ ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ഇതേപോലെ ചുണയുണ്ടെങ്കിൽ ഇവർ ഈ ഒളിഞ്ഞ മുറിയിലും സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടും ഈ പറയുന്ന അംഗം നടത്തുന്ന സമയത്തും, അതേപോലെ എക്സ് മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതേപോലെ ഫയൽമാൻ ജയിച്ചെന്ന് പറയുന്ന ആ പരിപാടി നടത്തുന്നതിന് പകരാതെ നമ്മൾ വെച്ച വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കുക. അത് ഏറ്റെടുത്തിട്ട് പൊതുവേദിയിലേക്ക് വരിക. അവിടെ അത് പറയുന്ന സമയത്ത് ഒളിച്ചും പാത്തു നിന്ന് ഇതേപോലെ ഓരോ ഉടായ്പ ന്യായം പറഞ്ഞ് മുങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും അത് ഏറ്റെടുത്ത് മുന്നോട്ട് വരണം. യെസ്.
എനിക്കൊരു ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞോ. മുർത്തദും കബാബ് അത് താങ്കളെ പേടിച്ചിട്ടാണെന്ന് പറയാം. താങ്കൾ ഉരുളക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുത്തിട്ട് എങ്ങനെ വരിക? അല്ല, ഇത് ഞാൻ മാത്രമല്ല, ഇപ്പൊ ലിയാക്കത്ത് വിളിച്ചിട്ട് വരുന്നുണ്ടോ, പല ആളുകളും നേരിടുന്ന തന്നെയാണ് ഈ വിഷയം. ഇപ്പൊ നിങ്ങൾ വിളിച്ചു നോക്ക്, നിങ്ങളുടെ എക്സ് മുസ്ലിങ്ങളാണോ ഇവർ വരില്ല, അതാണ് ഈ പറയുന്നത്. എക്സ് മുസ്ലിങ്ങളുടെ അടുത്ത് ഇവർ വരില്ല, ആര് വിളിച്ചാലും വരില്ല. ഞാൻ താങ്കളുടെ യൂണിവേഴ്സിറ്റി പിച്ച് വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവർ വരില്ല. ഇതാണ് അതിൻ്റെ കഥ. നിങ്ങൾ ഇവിടെ ഉള്ള വിശ്വാസികളായിട്ടുള്ള ആളുകളോടും കൂടി ഞാൻ പറയണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ചങ്ങായിമാരെ വിളിച്ചോണ്ട് പോവുക. ഉണ്ണക്കം ബാസിലോ അവർ കൂടെ ഇരിക്കുന്ന തൊപ്പി വെച്ച അണ്ണാനോ ആരാണെന്നുണ്ടെങ്കിലും വിളിച്ചോണ്ട് വരിക. അത് ചെയ്യുക, അത് നിങ്ങൾ ചെയ്ത് കാണിക്കുക. അല്ലാതെ ഇവിടെ വന്ന് കിടന്നിട്ട് ഇതുപോലെ കിടന്ന് മറിഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ എണ്ണം ഉണ്ടല്ലോ കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കണം, അവരോട് കൂടിയാണ് പറയുന്നത്. അപ്പം അവർ പിടിച്ചോണ്ട് പോവാ. ഓക്കെ, എന്താണ് മുജാദ് ബാലുശ്ശേരി പറഞ്ഞത്, കഴുത്തിൽ കുടുക്കിയിട്ട് ചങ്ങലിട്ട് കെട്ടി വലിച്ചുകൊണ്ട് പോവാ. അതാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ലൈക്ക് ഇപ്പൊ ഞാൻ ഇപ്പൊ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പറഞ്ഞല്ലോ, അതിനകത്തും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് രണ്ടും കാർബൺ കോപ്പി പോലെ ഇരിക്കുന്നത്. ലൈക്ക് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഇത് രണ്ടിനകത്തും സെയിം ആയിട്ട് പറയുന്നുണ്ടല്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് കോപ്പി അടിച്ച് തന്നെയാണ്. അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ഈച്ചക്കോപ്പി മതമാണ്, ചൊരണ്ട് മതം എന്ന് വേണമെങ്കിൽ വിളിക്കാം. എല്ലാ മതത്തിൽ നിന്നും ഇവർ പറയാ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും മാത്രം ചൊരണ്ടിന്ന്. അങ്ങനെയല്ല കേട്ടോ. ചൊരണ്ടി കൂട്ടത്തിൽ സൊറാസ്ട്രിയൻസിനെ ചൊരണ്ടിയിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന പല വിശ്വാസങ്ങളിൽ നിന്ന് പാഗൻസിനെ വരെ ചൊരണ്ടി. ഇപ്പൊ ഹജ്ജ് കർമ്മം ഇവർ പറയുന്നു. ക്രിസ്ത്യാനിറ്റിയിൽ എവിടെയാണ് ഹജ്ജ്? ഇല്ല. ആ ഹജ്ജ് ആരാ ചെയ്തുകൊണ്ടിരുന്നത്? പാഗൻസ് ആണ്. അത് അവിടുത്തെ ബഹുദൈവാരാധകരുടെ ചടങ്ങാണ്. അപ്പോൾ ഇവർ ചൊരണ്ടുന്ന കൂട്ടത്തിൽ എല്ലാം ചൊരണ്ടിയിട്ടുണ്ട്. ജൂതന്മാരുടെ നിന്ന് ചൊരണ്ടി. നിസ്കാരം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? നിസ്കാരം വന്നത് ഈ സൊറാസ്ട്രിയൻസിൻ്റെയാണ് അല്ലേ? ഇപ്പോൾ ഈ ഏഴാൻ ആകാശത്ത് കഴുതപ്പുറത്ത് പറന്നുപോയി എന്ന് പറയുന്ന കഥ അത് ഏത് മതത്തിൽ നിന്നുള്ളതാ? അത് ഈ പറയുന്ന സൊറാസ്ട്രിയൻ മതത്തിലുള്ളതാണ്. അപ്പോൾ ചൊരണ്ടണ കൂട്ടത്തിൽ അവർ പലയിടത്തും ചൊരണ്ടിയിട്ട്. ഞാൻ പണ്ട് ഈ ഇസ്രായേലിൽ പോയിട്ട് ഒളു എടുക്കുന്നത് കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇവർ പറഞ്ഞു, അതെ ഞങ്ങൾ ആരിഫെ പൊട്ട ഇസ്ലാം അതിൽ നിന്ന് ഇസ്ലാം കോപ്പി അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് മാത്രമല്ല എല്ലാത്തിൽ നിന്നും കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കോപ്പി അടിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരു അബ്രഹാമിക് റിലീജനാണ്. നിങ്ങൾ എന്തിനാണ് പാഗൻസിൻ്റെ കോപ്പി അടിച്ചത്? ഈ പറയുന്ന നിസ്കാരത്തിന് അല്ലെങ്കിൽ ഈ പറയുന്ന ഹജ്ജ് കർമ്മത്തിന് ഈ ജൂതമതത്തിലും ഈ പറയുന്ന സാധനത്തിൽ എന്ത് മാതൃകയാണുള്ളത്? നിങ്ങൾ കാണിച്ചു തരാം. അത് കാണിക്കാൻ അവർക്ക് പറ്റൂ? ഇല്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ചുരണ്ടുമ്പോൾ സൂക്ഷിച്ച് ചുരണ്ടണം എന്നാണ് നമ്മൾ പറയാം. ഓക്കെ. പിന്നെ ഇപ്പം ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ക്രിസ്ത്യാനിറ്റിയിൽ ഞാനിപ്പോൾ വേറെ ആരുടെ ഇതിനെ പറ്റി സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഈവൻ ഞാൻ പറഞ്ഞ സിസ്റ്റർ ആയ പോലും അല്ലെങ്കിൽ ലൈക്ക് ഇപ്പോൾ ഒരു അച്ഛനോട് സംസാരിച്ച പോലും അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഴയ നിയമം എടുക്കണ്ട. പഴയ നിയമത്തിൽ ഫുള്ള് ഇങ്ങനെ കുറെ സാധനം പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമം എടുക്കണ്ട, പുതിയ നിയമം മാത്രം എടുത്താൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു സാധനം ഈ ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്നുണ്ട്. പക്ഷെ അതിൽ എനിക്കിപ്പോൾ ക്രിസ്ത്യാനിറ്റി ഓഡിയൻസ് ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കുക, ലൈക്ക് എങ്ങനെയാണ്, ലൈക്ക് ഞാൻ ഫുള്ള് വായിച്ചിട്ടില്ല, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഈ പഴയ നിയമം എടുക്കാതിരുന്നാൽ ഈ ദൈവമാണ് ഭൂമി സൃഷ്ടിച്ചതെന്നും ദൈവമാണ് ഇവിടെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നതെന്നും ഒരു ഓൾമൈറ്റ് ആയിട്ട് നിൽക്കുന്നതെന്നും എങ്ങനെ പറയാൻ പറ്റും നിങ്ങൾക്ക്? ലൈക്ക് അതില്ലെങ്കിൽ പോയില്ലേ? അതിനകത്തപ്പോ പറയുന്ന ഒരു കാര്യങ്ങൾ നല്ലത് മാത്രം എടുക്കുക. ലൈക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തള്ളുക. ആ ഒരു മൈൻഡിൽ നിൽക്കുന്നവരോട് ഈ ഒരു ക്വസ്റ്റ്യൻ അത് ആരെങ്കിലും കമന്റിലൊക്കെ പറയുകയാണെങ്കിൽ പറയട്ടെ. അല്ല, അവർക്ക് എന്തെങ്കിലും ഡെഫിനിഷൻ ഉണ്ടെങ്കിൽ പറയട്ടെ. അത് എനിക്കതിനൊരു അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരു അച്ഛനോട് ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞത് ലൈക്ക് ഈ അതില് ആബേൽ കായൽ അവരുടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ലൈക്ക് അതില് കൊല്ലുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ദൈവന്റെ അതിന് അന്നേരം ഇഷ്ടപ്പെട്ട ഒരാളില് എന്തുകൊണ്ട് ആളെ രക്ഷിച്ചില്ല? അങ്ങനെ ചോദിച്ചപ്പോ അച്ഛനടുത്ത് വായിക്കലോട് പറഞ്ഞു, ഈ ബൈബിളിലെ 11-ാം അധ്യായം വരെയുള്ള പോർഷനൊക്കെ ഒരു പ്രീ ഹിസ്റ്ററിയാണ്, അതൊരു തുടക്കത്തിന് വേണ്ടി എഴുതി വെച്ചതാണെന്നൊക്കെ. ലൈക്ക് അന്നേരം എനിക്ക് പുള്ളിയുടെ മുന്നിൽ ഇത് ചിരിക്കണമെന്നുണ്ട്. പക്ഷെ ചിരിക്കാൻ പറ്റൂല. അങ്ങനൊരിത്. കാരണം അങ്ങനെ എഴുതി വെച്ചാണെങ്കിൽ ഈ ദൈവത്തിൽ ഫുള്ള് പറ്റും നമുക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഇത് ഫുള്ള് തട്ടിപ്പോന്ന് പുള്ളിക്ക് അറിയാം. അങ്ങനെ അവിടെ എന്തോ പെട്ടുപോയ ഒരു ഫീൽ എനിക്ക് തോന്നി അവരങ്ങനെ പറഞ്ഞപ്പോ. ശരി, അപ്പൊ എന്തായാലും വളരെ നന്ദി വിളിച്ചതിന്. താങ്ക് യു. ഞാൻ കുറെ നാള് ട്രൈ ചെയ്യാൻ ശ്രമിക്കായിരുന്നു. താങ്ക് യു. കിട്ടിയത്. യെസ്.